അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആണിത്. നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് കേൾക്കണില്ലേ? തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന സൗണ്ടാണ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്ളോഗ് കേട്ടോ. വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞങ്ങൾ. കുറച്ച് ദിവസം എടുക്കും കേട്ടോ വെളിച്ചെണ്ണ ആക്കിയെടുക്കാൻ. എല്ലാവർക്കും അറിയായിരിക്കും അത്. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ ബ്രദറും കൂടി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണ. അതിന് എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ. ആദ്യം തേങ്ങ ഇടണം, പിന്നെ തേങ്ങ പൊളിക്കണം, തേങ്ങ പൊട്ടിക്കണം, പിന്നെ വെയിലിലിട്ടിട്ട് ഉണക്കിയെടുക്കണം. ആ ഉണക്കിയെടുത്ത തേങ്ങയെ വേണം, അതായത് കൊപ്രയെ വേണം ആട്ടിയിട്ട് വെളിച്ചെണ്ണയാക്കിയെടുക്കാൻ. ആട്ടണമെങ്കിൽ മില്ലിൽ കൊണ്ട് തന്നെ വേണം. അപ്പോൾ ഓരോ പ്രോസസ്സായിട്ടും വീട്ടിലുള്ളവർ തന്നെയാണ് ചെയ്യുന്നത്. പുറത്തുനിന്ന് ആളെ വിളിക്കുന്നൊന്നുമില്ല. പിന്നെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ടാണ് തേങ്ങ ഇടിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ ഞങ്ങൾ വീട്ടിലുള്ളവർ തന്നെയാട്ടോ ചെയ്യുന്നത്. നമുക്ക് ഏതായാലും ഓരോ പ്രോസസ്സായിട്ട് കാണാം അല്ലേ. എല്ലാവർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അധികം വീട്ടിലും ഫോളോ ചെയ്യുന്ന മെത്തേഡ് തന്നെ ആയിരിക്കും ഇത്. എന്നാലും ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഈ വീഡിയോ. എല്ലാവർക്കും ഒന്ന് കാണാം, എൻജോയ് ചെയ്യാം. ഇനി ഇതൊന്നും അറിയാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തേങ്ങ ഇടുകയല്ലേ വേണ്ടത്. തെങ്ങിന് തേങ്ങ ഇടണം. അതിനുള്ള എക്സ്പേർട്ടൊന്നും അല്ല ഞങ്ങൾ. അപ്പോഴൊരാളെ വിളിച്ചിട്ട് തേങ്ങ ഇടിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പോഴും തേങ്ങ വളരെയധികം കുറവാണ്. പണ്ട് കിട്ടുന്നതിൻ്റെ 1/4 ഭാഗം പോലും ഇപ്പോൾ തേങ്ങ കിട്ടാറില്ല. എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ തേങ്ങ വിൽക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ നമുക്ക് പുറത്തുനിന്ന് ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ പല മില്ലിൽ നിന്നും വാങ്ങിക്കുകയൊക്കെ ചെയ്യും. എന്നാലും നമുക്ക് അതും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പാം ഓയിലൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര വിശ്വസിക്കാവുന്ന മില്ലിൽ നിന്ന് വാങ്ങിക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കുക. വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എക്സ്പെൻസ് കുറവുമാണ്. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ലിറ്ററിന് 250, 260, 300 വരെ വില ഓരോ സമയത്ത് വരാറുണ്ട്. അപ്പോഴതിന് നല്ലത് വീട്ടിലുള്ള തേങ്ങ വിൽക്കാതെ കുറച്ച് സമയം പണിയെടുക്കുകയാണെങ്കിൽ നല്ല വെളിച്ചെണ്ണ, ഹോം മെയ്ഡ് വെളിച്ചെണ്ണ തന്നെ കിട്ടും. നമുക്ക് ആകെ കിട്ടിയ തേങ്ങ ഇത്രയേ ഉള്ളൂ കേട്ടോ. 9 തെങ്ങിൽ നിട്ടതാണേ. വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ 10 ഇരട്ടിയൊക്കെ തേങ്ങ കിട്ടിയിരുന്ന കാലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രളയമൊക്കെ കാരണമേ ഒരു സാധനം ഉണ്ടാകുന്നില്ല. അതിന് കുറച്ച് തേങ്ങ വിൽക്കുന്നേ നല്ലത്. നമുക്ക് വീട്ടിൽ തന്നെ അങ്ങ് ആട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല വെളിച്ചെണ്ണ, നല്ല ഹോം മെയ്ഡ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. ഇനി തേങ്ങ പൊളിച്ചെടുക്കുക വേണ്ടത്. തേങ്ങ പൊളിക്കാൻ തുടങ്ങിയാ? എക്സ്പേർട്ട് തേങ്ങ പൊളി. ഈ ഒരു ദിവസം എത്ര തേങ്ങ പൊളിക്കും? ഒരു തേങ്ങ പൊളിക്കാൻ 1 മിനിറ്റ്, 1/2 മിനിറ്റ് അങ്ങനെ പോലെ എടുക്കുന്നത്. ശരി ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ തേങ്ങ പൊളിയൊക്കെ തുടങ്ങി കേട്ടോ. ഇനി തേങ്ങ പൊളിച്ച് വെച്ചിടണം. ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വെയിലുള്ള സ്ഥിതിക്ക് നേരത്തെ പൊളിക്കാൻ നിന്നതാണ്. അധികം തേങ്ങയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ എക്സ്പേർട്ട് ബ്രോ തന്നെ പൊളിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പൈസ എനിക്ക് എന്നാൽ മതിയോ? തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണേ. പൊളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് പൊട്ടിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഞാനും കുറച്ച് തേങ്ങ പൊട്ടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഈ തേങ്ങ ഇങ്ങനെ കമിഴ്ത്തി വെക്കും, വെള്ളം കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് രാവിലെ നേരത്തെ കേട്ടോ. ഇപ്പോൾ ഒരു 7:30, 8 മണി ആവുന്നേ ഉള്ളൂ. അവിടെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും വെയിലൊന്ന് ചൂടാകും. അപ്പോഴേക്കിനും നമുക്ക് തേങ്ങ ഉണക്കാൻ വേണ്ടി ഇടുകയും ചെയ്യാം. തേങ്ങ പൊളിക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ മുഴുവൻ തേങ്ങയെ ഞങ്ങൾ പൊട്ടിച്ചെടുക്കുകയാണ്. എൻ്റെ ബ്രദർ തേങ്ങ പൊളിക്കുന്നുണ്ട്. പിന്നെ ഞാനും ഉമ്മയും കൂടെ തേങ്ങ പൊട്ടിച്ചിടുകയാണ്. തേങ്ങയുടെ വെള്ളമൊക്കെ കുടിക്കേണ്ടത്. തേങ്ങ പൊട്ടിക്കുമ്പോൾ കുറേ വെള്ളം കുടിക്കും.
ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തേങ്ങ തിന്നു. ഇത് പൊട്ടുന്നില്ല. നല്ല മധുരമുണ്ട് കേട്ടോ. ചില തേങ്ങക്ക് നല്ല മധുരമായിരിക്കും വേണം. ചില തേങ്ങകൾ അത്ര മധുരമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ചിലത് കേട് വന്നിട്ടുണ്ടാവും. ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്നതാണ് പൊങ്ങ്. അറിയാലോ, പൊങ്ങ് നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഈ പൊങ്ങ്. എൻ്റെ ഫേവറേറ്റ് ആണേ. നല്ല മധുരമുണ്ട് കേട്ടോ. ഈ പൊങ്ങ് ഉപയോഗിച്ചിട്ട് നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണേ. ഫുള്ള് വെള്ളമായിരിക്കും, പക്ഷെ ചെറിയൊരു മധുരവും കൂടെ വരുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ഈ പൊങ്ങ് ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസിൻ്റെ, ഒരു ആപ്പിൾ ജ്യൂസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് കിടിലേ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പൊങ്ങാട്ടുള്ളത്. നമ്മൾ നേരത്തെ കഴിച്ചില്ലേ ആ പൊങ്ങ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പൊങ്ങ്. അടിപൊളിയാ. തേങ്ങ പൊട്ടിച്ചിട്ട് വെള്ളം തോർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് സമയം വയ്ക്കും. നല്ല വെയിലൊക്കെ വന്നാൽ വേണം തേങ്ങ വെയിലിലിടാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 150 തേങ്ങയുണ്ട് ഇത്. നല്ല വെയിലിൽ ഉണങ്ങാണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലിൽ തന്നെ കിടക്കണം, അല്ലെങ്കിൽ ഇത് പൂത്തു പോകും. അപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ മരങ്ങളുടെ തണലോ ഒന്നും ഉണ്ടാവില്ല. വെയിൽ കിട്ടുന്ന അത്രയും സമയം നല്ല വെയിൽ തന്നെ കിടക്കാൻ പറ്റും. ഇത് 1-2 വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ തേങ്ങ മുഴുവൻ ഞാൻ ചിരട്ടേന്ന് എടുക്കുകയാണ്. ഇതിപ്പോൾ സെക്കൻഡ് ഡേ രാവിലെ ആയിട്ടോ. നമ്മൾ ഇന്നലെ ഉണക്കാട്ട് തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ഞാൻ ചിരട്ടേന്ന് മാറ്റിയെടുക്കുകയാണ്. ഞാൻ ഉമ്മയും കൂടെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. കുറേശ്ശെയായിട്ട് ഈ തേങ്ങനെ ചിരട്ടേന്ന് എടുക്കുകയാണ്. എടുക്കാൻ കുറച്ച് ഒരു ദിവസമായിട്ടുള്ളൂ. പക്ഷെ ഇനി ഇന്നത്തെ വെയിലൂടെ കൊണ്ടാൽ ഇതാകെ ബലം വെച്ച് പോകും. അപ്പോഴും എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ തേങ്ങ ചിരട്ടേന്ന് എടുക്കുന്നതിനനുസരിച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയിടുകയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് കുറച്ച് മുരിയൊക്കെ ഉണ്ട്. അപ്പം ആ മുരിയൊക്കെ ഒന്ന് തുടച്ച് കളയും കൂടെ വേണം. ഓരോ തേങ്ങയായിട്ട് എടുക്കുക കേട്ടോ. ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് ഉണക്കം വന്നിട്ടുണ്ട് ഈ തേങ്ങ. കുറച്ച് മൂപ്പ് അധികമുള്ള തേങ്ങ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ തേങ്ങയായിട്ട് എടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുക കൂടെ ചെയ്യണം കേട്ടോ. ഇനി ഈ തുണി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് തുടച്ചുകൂടെ എടുക്കാം. ഇതിൻ്റെ അകത്ത് ഈ ചിരട്ടയുടെ അടിയിലുള്ള മുരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പറയാനുള്ള സാധനങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള തേങ്ങനെ കിട്ടി. ഇതുപോലെ ഈ മുഴുവൻ തേങ്ങ എടുക്കണം കേട്ടോ. ഇതിൻ്റെ ചാക്കിലുണ്ട്, അപ്പുറത്തെ ചാക്കിലുണ്ട്, എല്ലാം കൂടെ എടുക്കണം. ഇന്ന് ഞാൻ അടുത്ത തേങ്ങ എടുക്കുകയാണ്. ഒരു ദിവസം വെയിലേ കൊണ്ടിട്ടുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ദിവസം കൂടെ കഴിയുമ്പോഴേക്കും ബലം വെച്ചോളും. ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറ്. ആദ്യത്തെ ദിവസം തന്നെ കഴിയുന്നത്ര എടുക്കും. കുറേ തേങ്ങ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് തേങ്ങ ചിരട്ടേന്ന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് എടുക്കുക ചെയ്യാറ്. വീട്ടിൽ കുറേ പേരൊക്കെ ഉണ്ടെങ്കിലേ എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. ചെറുതാകുമ്പോൾ മുതലേ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ കൊപ്രയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് ചെയ്തത്. കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോഴും ചെറുതാകുമ്പോൾ തന്നെ ഞാനും അനിയത്തിമാരും വാപ്പയും ഉമ്മയും അനിയനും എല്ലാവരും കൂടെ കൂടിയിട്ടാട്ടോ ഇങ്ങനെ തേങ്ങയൊക്കെ ചിരട്ടേന്ന് എടുക്കുന്നതും വെയിലത്തിട്ട് ഉണക്കമൊക്കെ ചെയ്തിരുന്നേ. ക്ലീൻ ചെയ്തെടുക്കുന്നതിനനുസരിച്ചിട്ടേ കൊണ്ടുവന്നിടുക കേട്ടോ. ഇതൊക്കെ പരത്തി വയ്ക്കാം. ഇപ്പോൾ വെയിലുള്ള സമയമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ പോയാലേ ഒന്നും ചെയ്യാൻ പറ്റും. അതിനെ ഒക്കെ നേരത്തെ തന്നെ പരത്തി വയ്ക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നെറ്റ് കൂടെ. ഇനി ബാക്കിയുള്ള തേങ്ങയും കൂടെ ചിരട്ടേന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു. എന്തായാലും തേങ്ങ മുഴുവൻ ചിരട്ടേന്ന് മാറ്റിയിട്ടുണ്ട്. ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെയിൽ എത്തിയിട്ടില്ല കേട്ടോ. വെയിൽ കുറച്ച് മങ്ങിയിരിക്കുകയാണ്. വെയിൽ വരും. നല്ല 1-2 വെയിൽ കൊണ്ടാലേ ഉള്ളൂ ഈ തേങ്ങ കേട് പോവുക. പിന്നെ ഏകദേശം ഒരാഴ്ചയൊക്കെ കിടന്നാൽ തേങ്ങ മുഴുവനായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. എന്തായാലും ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയുള്ളത് സൂര്യൻ്റെ ഡ്യൂട്ടിയാണ്. വെയിലിൽ കിടന്നിട്ട് ഉണങ്ങി വരട്ടെ നമ്മുടെ തേങ്ങ. നമ്മുടെ തേങ്ങ കണ്ടില്ലേ ഉണങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കൊപ്ര മുഴുവനും ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ.
ഇങ്ങനെ ഉണക്കി വെച്ച കൊപ്രയാണിത്. നന്നായിട്ട് പൊട്ടിച്ച് അങ്ങനെ പൊട്ടി വരും. ഇങ്ങനെ പൊട്ടി വരണം. ഇങ്ങനെ ഉണക്കി വെച്ച കൊപ്ര ആവശ്യമുള്ള സമയത്ത് മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. നല്ല ചൂടുള്ള ഒരു ദിവസം നോക്കിയിട്ട് വെയിലത്തിടും. പിന്നെ ആ ചൂടോടുകൂടി തന്നെ മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിയെടുക്കുക ചെയ്യാറ്. അത് ഫ്രഷ് ആയിട്ട് തന്നെ ആട്ടി തരുന്ന കുറേ മില്ലുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ കൊപ്ര ഉണ്ടാക്കി വെച്ചാൽ സൗകര്യത്തിനനുസരിച്ചിട്ട് ആട്ടിയെടുക്കാനും പറ്റും. ഈ തേങ്ങയ്ക്ക് ഞങ്ങൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഞങ്ങൾ ആട്ടിയെടുക്കുന്ന മില്ലിൽ ഇങ്ങനെ തന്നെ ആട്ടി കിട്ടും. ചില മില്ലിലൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ മുറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എന്തായാലും മുറിച്ചെടുത്ത് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ചിരട്ടേന്ന് ഈ തേങ്ങ എടുക്കുന്ന സമയത്ത് തന്നെ മുറിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നല്ല ഹാർഡായി വന്നിട്ടില്ലേ, അപ്പോൾ ഇനി മുറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. തേങ്ങ എടുക്കുന്ന സമയത്ത് തന്നെ ആണെങ്കിൽ ഹാർഡ്നെസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ നല്ല ചെറിയ പീസുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് ഇട്ടൊന്നും കടിച്ച് തിന്നാം. ഈ കൊപ്ര ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണിത്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് പീസ് എടുത്തിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പീസ് ഉണ്ടല്ലോ, ഇതിനെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ കറിയിലൊക്കെ തേങ്ങ കൊത്തിടുമല്ലോ, അങ്ങനത്തെ തേങ്ങ കൊത്ത് പോലെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ഹാർഡായി പോട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് നല്ല സ്നാക്കായിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. ഈ എക്സസൈസ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്നാക്സൊക്കെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ ബദാം ഫ്രൈ ചെയ്തത്, അതൊക്കെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണിത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്താ പറയുക ബിസ്ക്കറ്റ് ആയാലും ഇനി വീട്ടിലുണ്ടാക്കുന്നതായാലും നമ്മളതിലേക്ക് കൂടുതൽ കാർബ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കേക്ക് ആയാലും ഇനി നമ്മുടെ നാടൻ പലഹാരങ്ങളായാലും അതിനൊക്കെ കവച്ച് വെക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ കൊപ്രയ്ക്ക്. കാരണം തേങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആട്ടിക്കൊണ്ടുവന്നിട്ടുള്ള എണ്ണയാണ്. ഏകദേശം 10 ലിറ്ററോളം കേട്ടോ എണ്ണ ഉള്ളത്. 150ഓളം ചെറിയ തേങ്ങകളുണ്ടായിരുന്നു. എന്നിട്ട് 10 ലിറ്റർ എണ്ണ കിട്ടിയിട്ടുള്ളൂ. തേങ്ങ അത്രയും ചെറുതായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും എണ്ണയുടെ അളവ് കുറഞ്ഞത്. ഈ എണ്ണ ഇനി ഒരുപാട് ഊറി വരാനുണ്ട് കേട്ടോ. ചളി വെള്ളം പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ വലിയൊരു വെസലിലോട്ട് ഒഴിച്ചു വെക്കാം. ആദ്യം ഈ എണ്ണയെ നമുക്ക് സ്റ്റീലിൻ്റെ വലിയൊരു വെസലിലോട്ട് ഞാൻ ഒഴിച്ചു വെക്കുകയാണ്. കാരണം അത് അടിയിൽ ഊറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മട്ടൊക്കെ ഇതിൻ്റെ അടിയിൽ പിടിക്കും. പിന്നെ നമുക്ക് ഈ ക്യാനിൽ നിന്ന് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ കുറേ അടി പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ക്യാന് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണ നമുക്ക് ഈ വെസലിലോട്ട് ഒഴിച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഊറി വരണം. അതുപോലെ തന്നെ ഞങ്ങളിതിനെ വെയിലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുക കൂടെ ചെയ്യുന്നുണ്ട്. എണ്ണ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്യാനിലെ എണ്ണ കൂടെ ഒഴിച്ച് വയ്ക്കണം. അധികം കഷ്ടപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ഇത്രയും എണ്ണ കിട്ടി. എങ്ങനെ 3-4 മാസത്തിലുള്ള എണ്ണയുണ്ട് ഇത്. ഇനി ഈ എണ്ണ കൂടെ ഒഴിച്ച് വയ്ക്കണം. തേങ്ങ പിണ്ണാക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. സാധാരണ പിണ്ണാക്ക് ഞങ്ങൾ മില്ലിൽ തന്നെ കൊടുക്കുക ചെയ്യാറ്. കാരണം അത് അധികം വേറെ യൂസൊന്നുമില്ല. ആദ്യം പശുവൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ മില്ല് കൊടുത്തിരുന്നില്ല. പശുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ പശുവൊന്നുമില്ല, അപ്പോൾ മില്ല് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ക്യാഷ് കൊടുത്താൽ മതി നമുക്ക് ഈ തേങ്ങ ആട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഈ എണ്ണയെ വെയിലിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എണ്ണ ഊറി നല്ല ക്ലീനായിട്ട്, അതായത് നല്ല പ്ലെയിനായിട്ട് വരും. അടിയിലുള്ള മട്ടൊക്കെ മാറ്റി വയ്ക്കും. ഈ എണ്ണ വെയിലിൽ വെച്ചിരിക്കുകയാണ്. നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കാക്കയുടെയൊക്കെ ശല്യം ഉള്ളതാണ് ഇവിടെ. അപ്പോൾ നെറ്റൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ എന്തായാലും നെറ്റിലൂടെ വന്ന് കൊത്തൊന്നുമില്ലല്ലോ ഇതിലോട്ട്. അതുപോലെ എണ്ണ നന്നായിട്ട് ഊറി വന്നിട്ടില്ല. നന്നായിട്ട് ഊറി വരികയും വേണം. അതുപോലെ തന്നെ എണ്ണയിൽ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളത്തിൻ്റെ എന്തോ നല്ല അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങിപ്പോയി ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിൽ വയ്ക്കുന്നത്. ഞങ്ങളിത് സാധാരണ ഒരാഴ്ച വരെയൊക്കെ ഇങ്ങനെ വെയിൽ വയ്ക്കും. നല്ല വെയിൽ വയ്ക്കും. വെയിൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല, സൈഡിലൂടെയൊക്കെ എത്തിയിട്ടുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടോ വെയിൽ. അപ്പോൾ ഒരാഴ്ച ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ചെറിയ കുപ്പികളിലും ക്യാനിലൊക്കെ ആക്കി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയൊക്കെ ഉണക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉണങ്ങാൻ വെച്ചതൊക്കെ കണ്ടതല്ലേ എല്ലാവരും? ഇത് കണ്ടോ,
ഉണക്കിയെടുത്ത നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഇനി ഇതിനെ ക്യാനുകളിലോട്ട് മാറ്റി വെക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ല് പറഞ്ഞാൽ അടിപൊളി നല്ല വെളിച്ചെണ്ണയുടെ സ്മെല്ല്. നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കുന്ന വെളിച്ചെണ്ണക്ക് ഒന്നും ഈ സ്മെല്ല് കിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും ഇതിന്. നമ്മൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അതുപോലെ ചിക്കൻ വരട്ട് ഉണ്ടാക്കുമ്പോൾ, ബീഫ് വരട്ടി, ഈവൻ ബീഫ് ഫ്രൈ തന്നെ ഞാൻ ഡ്രൈ ഫ്രൈ ചെയ്യാറില്ലേ, ആ ഡ്രൈ ഫ്രൈയുടെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് അത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അറിയാം. പിന്നെ ഞാൻ ബിരിയാണിയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ബിരിയാണി. അപ്പോൾ ഇനി ഞാനിപ്പോൾ റെസിപ്പി ഒന്നും പറയില്ല. ഇനി ഈ വെളിച്ചെണ്ണയെ ഓരോ ക്യാനിലോട്ട് മാറ്റി, ഇതിൽ പിണ്ണാക്കൊക്കെ കുറച്ചുണ്ടാവുമല്ലോ അടിയിൽ, മട്ട് എന്ന് പറഞ്ഞാൽ അത് അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റിയിട്ട് അപ്പോൾ മുകളിൽ എണ്ണയ്ക്ക് ഒരു ക്യാനിലോട്ട് ഒഴിച്ചിട്ട് മട്ട് മാത്രം ബാക്കി വയ്ക്കുക. ആ മട്ട് നമുക്ക് കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. നല്ല മോയ്സ്ചറൈസറാണ് അത്. മട്ട് കഴിയുന്നത് വരെ നമുക്ക് ആ മട്ടിന്, അത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് യൂസ് ചെയ്തിട്ട് കുളിക്കാം. നല്ല മോയ്സ്ചറൈസറാണ് വെളിച്ചെണ്ണ. വീട്ടിൽ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലോട്ട് ആക്കി വെക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ ക്യാനിലാണ് ആക്കി വെക്കുകയാണ്. ക്യാന്, കന്നാസ് അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും പറയുന്നത്. എനിക്കൊരു ഡൗട്ടേ. അപ്പോൾ ആ ക്യാനിലോട്ട് വെളിച്ചെണ്ണ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് ചേർത്ത് വയ്ക്കാം. ചിലർ എന്നോട് ചോദിച്ചിരുന്നു ഈ കല്ലുപ്പൊക്കെ ചേർത്ത് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് തലയിൽ തേക്കാൻ പറ്റുമെന്ന്. കുളിക്കുന്ന സമയത്ത് തലയിലൊക്കെ ഞാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി കല്ലുപ്പ് അല്ലെങ്കിൽ നമുക്ക് കുരുമുളക് ഉപയോഗിക്കാം. ഒരുപാട് കാലം കേടുകൂടാതിരിക്കും. പക്ഷെ ഇത് ഒരുപാട് കാലത്തിനൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വെളിച്ചെണ്ണ വ്ളോഗ് ഇഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെ വീട്ടിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലൊക്കെ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ വെറുതെ പുറത്ത് കൊടുത്തിട്ട് നമുക്ക് വലിയ റേറ്റ് ഒന്നും കിട്ടില്ല ഇപ്പോൾ തേങ്ങയ്ക്ക്. അപ്പോൾ വീട്ടിൽ അത്യാവശ്യത്തിന് എണ്ണയ്ക്കുള്ള തേങ്ങ നമുക്ക് ആട്ടിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ അരയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ, ഒരുപാട് വർക്കും ഇല്ല. നമ്മൾ തേങ്ങ പൊളിക്കാൻ ചിരട്ടയിൽ നിന്ന് എടുക്കുകയും ചെയ്താൽ പിന്നെ കഴിഞ്ഞു വർക്ക്. പിന്നെ രാവിലെ ഒന്ന് വെയിലിലിടണം, വൈകുന്നേരം തിരിച്ചെടുത്തിട്ട് അകത്തോട്ട് വെക്കണം. നെക്സ്റ്റ് ഡേയിൽ ഉണങ്ങുന്നത് വരെ ഇങ്ങനെ ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ. വേറെ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടാക്കില്ലേ, ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. കുറച്ചേ ഉണ്ടാക്കുള്ളൂ, എന്നാലും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം. ഇതാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലേനും നമ്മൾ ആട്ടിയെടുക്കൊന്നുമില്ല, മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വെളിച്ചെണ്ണ ആട്ടിയെടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല. കാരണം പിണ്ണാക്ക് ഞങ്ങൾ മില്ലിൽ കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ബാക്കി വരുന്നത് ചെറിയൊരു എമൗണ്ട് 55 രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഈ തേങ്ങ ആട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും കോസ്റ്റ് എഫക്റ്റീവാണിത്. നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചാൽ മതി. നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണേനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.